ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ 2025 ഏഷ്യൻ പവർ ഇൻഡെക്സ് അനുസരിച്ച് ആദ്യമായി ഇന്ത്യയെ ഏഷ്യയിലെ ഒരു പ്രധാന ശക്തിയായി ഔദ്യോഗികമായി അംഗീകരിച്ചു. ചരിത്രപരമായ ഈ നേട്ടത്തോടെ പ്രതിരോധ ശക്തിയിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തെത്തി. 27 ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പട്ടികയിൽ 40 സ്കോറുമായി ഇന്ത്യ 3-ാം സ്ഥാനം കരസ്ഥമാക്കി. സൂചികയിൽ 40 പോയിന്റ് പരിധി കടക്കുന്ന രാജ്യങ്ങളെയാണ് പ്രധാന ശക്തിയായി കണക്കാക്കുന്നത്. സാമ്പത്തിക ശക്തി, പ്രതിരോധ ശക്തി എന്നീ നിർണായക മേഖലകളിൽ ഇന്ത്യ പരമ്പരാഗത പ്രാദേശിക ശക്തികളായ ജപ്പാനെയും റഷ്യയും മറികടന്നതോടെയാണ് 40 പോയിന്റുകൾ സ്വന്തമാക്കിയത്. 80.5 പോയിന്റോടെ US-ഉം 73.7 പോയിന്റോടെ ചൈനയുമാണ് സൂചികയിൽ യഥാക്രമം 1-ഉം 2-ഉം സ്ഥാനങ്ങളിൽ സൂപ്പർ പവർ പദവിയോടെ തുടരുന്നത്. 38.8 പോയിന്റോടെ ജപ്പാനും 32.1 പോയിന്റോടെ റഷ്യയും ഇന്ത്യക്ക് പിന്നിലാണ്. 2025 നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിലുള്ള ഇന്ത്യയുടെ സൈനിക പ്രകടനം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള വിദഗ്ധരുടെ വിലയിരുത്തലുകൾ വർദ്ധിപ്പിച്ചു. ഈ റാങ്കിങ്ങിലെ മുന്നേറ്റത്തിന് ഒരു പ്രധാന കാരണമായി മാറിയത് ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യയുടെ പ്രകടനമാണ്. ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടുള്ള ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് തയ്യാറാക്കിയ ഏഷ്യ പവർ ഇൻഡെക്സ് ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ശക്തി അളക്കുന്നതിനായി 131 സൂചകങ്ങൾ ഉപയോഗിക്കുന്നു. സൈനിക ശേഷി, സാമ്പത്തിക വിഭവങ്ങൾ, നയതന്ത്ര സ്വാധീനം, ഭാവി സാധ്യതകൾ തുടങ്ങിയ 8 മാനദണ്ഡങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. മുൻ പതിപ്പായ 2024 റാങ്കിങ്ങിൽ ഇന്ത്യ ഇടത്തരം ശക്തി എന്ന പദവിയായിരുന്നു. എന്നാൽ ഈ വർഷം വിദേശ നിക്ഷേപത്തിലെ വർധനവും മെച്ചപ്പെട്ട സാമ്പത്തിക പ്രകടനവും 40 പോയിന്റ് കടന്ന് പ്രധാന ശക്തി പദവിയിൽ എത്താൻ ഇന്ത്യയെ സഹായിച്ചു. ഈ സ്ഥാനക്കയറ്റം ആഗോളതലത്തിൽ ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഇന്ത്യ ഇനി വെറുമൊരു വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, ഏഷ്യൻ മേഖലയിൽ കണക്കിലെടുക്കേണ്ട ഒരു ഗൗരവകരമായ ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക ശേഷിയും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും കാരണം ഏഷ്യയിലെ തന്നെ പ്രാദേശിക സ്ഥിരതയും ആഗോള ഭൗമരാഷ്ട്രീയവും രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.